വെൽക്കം ബാക്ക്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ കാരണത്തെപ്പറ്റി പറയാൻ നമ്മൾ ഏത് വാക്കാണ് ഉപയോഗിക്കുക? ബിക്കോസ് ആണോ, ആസ് ആണോ, സിൻസ് ആണോ? ഇന്ന് നമ്മൾ അതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ 3 വാക്കുകളും കാരണത്തെപ്പറ്റി പറയാൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് താനും. അപ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ബിക്കോസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് കാണിക്കാം. ഐ എം ടയർഡ് ബിക്കോസ് I didn't sleep well. I'm tired because I didn't sleep well. എന്താ എൻ്റെ അർത്ഥം മലയാളത്തിൽ? ഞാൻ ക്ഷീണിതയാണ് കാരണം ഞാൻ നന്നായി ഉറങ്ങിയില്ല. അപ്പോൾ ഒരു കാരണത്തെപ്പറ്റി പറയാൻ നമ്മളിവിടെ ബിക്കോസ് എന്ന വാക്ക് ഉപയോഗിച്ചു. പക്ഷേ ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാമോ? ഇവിടെ എന്താണ് കാരണം? നന്നായി ഉറങ്ങിയില്ല എന്നുള്ളത് കാരണം. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്? ഞാൻ വളരെ ക്ഷീണിതയാണ്. അപ്പോൾ ഐ ആം ടയേർഡ് എന്നുള്ളത് റിസൾട്ടും ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ എന്നുള്ളത് റീസണുമാണ്, കാരണവുമാണ്. അത് മനസ്സിലായല്ലോ. ഇനി മറ്റൊരു സെൻറ്റൻസ്. ഷി വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഷി വാസ് ഇൽ. അവൾ വന്നില്ല, അവധിയായിരുന്നു, കാരണം അവൾക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ ഇവിടെയും കണ്ടല്ലോ, ഷി വാസ് ഇൽ എന്നുള്ളതാണ് റീസൺ. അതുകൊണ്ട് എന്താ പറ്റിയത്? ഷി വാസ് ആബ്സെൻറ്റ്. അത് റിസൾട്ടുമാണ് കേട്ടോ. അപ്പോൾ കാരണത്തെപ്പറ്റി പറയാൻ നമ്മളിവിടെയും ബിക്കോസ് ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഇവിടെ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഐ എം ടയർഡ് ബിക്കോസ് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടെ ബിക്കോസ് അല്ലേ ഉപയോഗിച്ചത്. ഇതേ സെൻറ്റൻസ് സിൻസും ആസും ഉപയോഗിച്ച് പറയാമോ? പിന്നെന്താ, തീർച്ചയായും പറയാം. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാവും നോക്കൂ. ഐ എം ടയർഡ് സിൻസ് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ, അല്ലെങ്കിൽ ഐ എം ടയർഡ് ആസ് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ. അതേപോലെ നമ്മൾ കണ്ട രണ്ടാമത്തെ സെൻറ്റൻസ്, ഷി വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഷി വാസ് ഇൽ. ഇതേ കാര്യം എനിക്ക് സിൻസ് ഉപയോഗിച്ച് പറയാം. ഷി വാസ് ആബ്സെൻറ്റ് സിൻസ് ഷി വാസ് ഇൽ. ഷി വാസ് ആബ്സെൻറ്റ് ആസ് ഷി വാസ് ഇൽ. അങ്ങനെയും പറയാം. അപ്പോൾ ഈ 3 സെൻറ്റൻസസ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യമാണ്. അതായത് അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട് താനും. അതെന്താണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് കണ്ടല്ലോ, അവിടെ നമ്മൾ ബിക്കോസ് ഉപയോഗിച്ചല്ലോ. ബിക്കോസ് ഉപയോഗിക്കുന്നത് അവിടുത്തെ കാരണത്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതിനാണ്. അവൾ ആബ്സെൻ്റ് ആയിരുന്നു, ഷി വാസ് ആബ്സെൻറ്റ്. എന്തുകൊണ്ടാണ് അവൾ ആബ്സെൻ്റ് ആയത്? വൈ വാസ് ഷി ആബ്സെൻറ്റ്? അതിൻ്റെ കാരണം നമ്മൾ പറയേണ്ടി വരുമ്പോൾ നമ്മൾ ബിക്കോസ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഉചിതം. ഷി വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഷി വാസ് ഇൽ. അപ്പോൾ ആ കാരണത്തിന്, ആ റീസണാണ് അവിടെ കൂടുതൽ ഊന്നൽ, സ്ട്രെസ്സ് കിട്ടുന്നത്. ഇനി 1-2 സെൻറ്റൻസസ് കൂടെ നോക്കാം. എനിക്ക് വിശക്കുന്നു കാരണം ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഫീൽ ഹംഗ്രി ബിക്കോസ് ഐ സ്കിപ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടോ, അവിടെ നമ്മൾ എന്തുകൊണ്ടാണ് വിശക്കുന്നത്, ആ കാരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ബിക്കോസ് ആണ്. ഐ ഫീൽ ഹംഗ്രി ബിക്കോസ് ഐ സ്കിപ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി മറ്റൊരു ഉദാഹരണം. അയാൾ അസ്വസ്ഥനാണ്. എന്താ കാരണം? അയാളുടെ ഫോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ കാരണത്തിന് അവിടെ പ്രാധാന്യമുണ്ടല്ലേ, അതിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുക ഹീ ഈസ് അപ്സെറ്റ് ബിക്കോസ് ഹീ ലോസ്റ്റ് ഹിസ് ഫോൺ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ബിക്കോസ് എന്ന വാക്ക് സെൻറ്റൻസിൻ്റെ മധ്യത്തിൽ, നടുക്കാണ് വന്നത്. ഈ സെൻറ്റൻസിൽ മാത്രമല്ല, ഇന്ന് നമ്മൾ കണ്ട എല്ലാ സെൻറ്റൻസസിലും ബിക്കോസ് നടുക്കാണ് വന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ബിക്കോസ് സെൻറ്റൻസിൻ്റെ നടുക്ക് തന്നെ വരണം എന്നുണ്ടോ? സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ബിക്കോസ് വരാമോ? തീർച്ചയായും വരാം. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയായി മാറും? ബിക്കോസ് ഹീ ലോസ്റ്റ് ഹിസ് ഫോൺ ഹീ ഈസ് അപ്സെറ്റ്. എപ്പോഴാണ് നമ്മളിങ്ങനെ സെൻറ്റൻസസ് ബിക്കോസ് എന്ന ഭാഗം വെച്ച് തുടങ്ങുന്നതെന്നറിയാമോ? എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതിൻ്റെ കാരണത്തിന് കൂടുതൽ ഊന്നൽ, ആ ഒരു എക്സ്ട്രാ ഫോക്കസ് കൊടുക്കണമെങ്കിൽ നമുക്കവിടെ ബിക്കോസ് വെച്ച് സെൻറ്റൻസ് തുടങ്ങാം. അപ്പോൾ അതുപോലെ ഞാൻ ഒരു സെൻറ്റൻസ് കൂടെ കാണിക്കാം. മുൻപ് നമ്മൾ പറഞ്ഞു ഷി വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഷി വാസ് ഇൽ. ഇനി അവൾ ആബ്സെൻ്റ് ആയതിന് കാരണം അവൾക്ക് സുഖമില്ലാത്തതാണ്. അപ്പോൾ ആ കാരണത്തിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാൻ ഞാൻ ബിക്കോസ് വെച്ച് സെൻറ്റൻസ് തുടങ്ങാൻ പോവാണ്. ബിക്കോസ് ഷി വാസ് ഇൽ ഷി വാസ് ആബ്സെൻറ്റ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ രണ്ടാമത്തെ സെൻറ്റൻസ് ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഞാൻ ആ സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കാം. ബിക്കോസ് ഷി വാസ് ഇൽ ഷി വാസ് ആബ്സെൻറ്റ്. ആ ബിക്കോസ് ഷി വാസ് ഇൽ കഴിഞ്ഞിട്ടൊരു നിർത്തലുണ്ടല്ലേ, ഒരു പോസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഞാനൊരു കോമ ഇടേണ്ടതുണ്ട്. കോമ ഇട്ടിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴെല്ലാം ഈ ബിക്കോസ് വെച്ച് സെൻറ്റൻസ് തുടങ്ങുന്നുണ്ടോ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് കോമ ഇടണം. ബിക്കോസ് ഉപയോഗിക്കുമ്പോൾ പലർക്കും ഉണ്ടാവാറുള്ളൊരു സംശയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ താമസിച്ചത്? വൈ ആർ യു ലേറ്റ്?
അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ താമസിക്കാൻ കാരണം ബസ് വിട്ടു പോയതാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ എം ലേറ്റ് ബിക്കോസ് ഐ മിസ്ഡ് ദ ബസ്. ഇനി ചോദ്യം ഇതാണ്, നമ്മൾ ഈ കാരണം പറയുമ്പോൾ ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് പോലെ ഫുൾ സെൻറ്റൻസ് ആയിട്ട് തന്നെ പറയണം എന്നുണ്ടോ, അതോ ആ ബിക്കോസ് കഴിഞ്ഞു വന്ന ഭാഗം മാത്രമായിട്ട് പറയാമോ? തീർച്ചയായും പറയാം. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാവും? വൈ ആർ യു ലേറ്റ്? ബിക്കോസ് ഐ മിസ്ഡ് ദ ബസ്. അങ്ങനെ മാത്രം പറയാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഫോമലായിട്ടുള്ള റൈറ്റിങ്ങിലോ സ്പീക്കിങ്ങിലോ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഇൻഫോർമൽ റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും നമുക്കിങ്ങനെ ബിക്കോസ് ഉള്ള ഭാഗം മാത്രമായിട്ട് പറയാം, അതിൽ തെറ്റൊന്നുമില്ല. ഇനി മറ്റൊരു കാര്യം, ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ബിക്കോസിനൊന്ന് ചുരുക്കി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഉദാഹരണം ഞാൻ പറയാം. ഈ സെൻറ്റൻസ് നോക്കൂ, ഐ എം ലാഫിങ് ബിക്കോസ് ഐ എം ഹാപ്പി. ഞാൻ ചിരിക്കുന്നത് ഞാൻ വളരെ സന്തുഷ്ടയായതുകൊണ്ടാണ്. ഐ എം ലാഫിങ് ബിക്കോസ് ഐ എം ഹാപ്പി. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുരുക്കി ഒന്ന് ഷോർട്ടൻ ചെയ്ത് പറയാം. ഐ എം ലാഫിങ് കോസ് ഐ എം ഹാപ്പി. അപ്പോൾ ബിക്കോസ് എന്നുള്ളത് തന്നെയാണ് കോസ് ആയി മാറിയത്. ഇനി ഈ കോസ് എന്നുള്ളത് തന്നെ ഏതെല്ലാം രീതിയിൽ എഴുതാമെന്ന് നോക്കൂ. അപ്പോൾ ബിക്കോസിനെ ഇങ്ങനെയെല്ലാം നമുക്ക് ഷോർട്ടൻ ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കണം, ഇൻഫോർമൽ റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും മാത്രമേ നമ്മളിങ്ങനെ ഷോർട്ടൻ ഫോം ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ, ഒരു കാര്യം സംഭവിച്ചാൽ അതിൻ്റെ കാരണത്തിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ നമ്മളവിടെ ബിക്കോസ് ഉപയോഗിക്കും. അപ്പോൾ സിൻസും ആസും ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും? അതിനുള്ള ഉദാഹരണങ്ങൾ ഞാൻ ഇനി കാണിക്കാം. ഉദാഹരണത്തിന്, മഴ നിന്നു, അതുകൊണ്ട് നമുക്ക് പുറത്തു പോവാം. അപ്പോൾ മഴ നിന്നു എന്ന് പറയുന്നതാണ് കാരണം. അതിൻ്റെ റിസൾട്ട് എന്താണ്? നമ്മൾ പുറത്തു പോകുന്നു. അപ്പോൾ ഈ കാരണം എല്ലാവർക്കും കാണാവുന്നതാണല്ലേ, മഴ നിന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വളരെ ക്ലിയറായ ഒരു കാരണമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ കാരണത്തിന് അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. നമ്മളതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുന്നത് സിൻസ് ആണ്. സിൻസ് റെയിൻ സ്റ്റോപ്ഡ്, ലെറ്റ്സ് ഗോ ഔട്ട്. ഇനി മറ്റൊരു ഉദാഹരണം, ആരെങ്കിലും നമ്മളോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമുക്ക് ഒട്ടും വിശക്കുന്നില്ല, കാരണം തൊട്ട് മുന്നേ നമ്മൾ ഭക്ഷണം കഴിച്ചേ ഉള്ളൂ. അപ്പോൾ അവിടെ ആ സന്ദർഭത്തിൽ നമുക്ക് വിശക്കുന്നില്ല എന്ന് പറയുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ ആ കാര്യം പറയുമ്പോൾ അവിടെ ബിക്കോസ് എന്നുള്ളത് ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ ഈ സെൻറ്റൻസ് ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കൂ. സിൻസ് വി ജസ്റ്റ് ഹാഡ് ലഞ്ച് വി ആർ നോട്ട് ഹംഗ്രി. കണ്ടോ, ഇവിടെ ഞാൻ സിൻസ് ആണ് ഉപയോഗിച്ചത്, ബിക്കോസ് അല്ല. കാരണം വി ആർ നോട്ട് ഹംഗ്രി എന്ന് പറയുന്നത് റിസൾട്ടും വി ജസ്റ്റ് ഹാഡ് ലഞ്ച് എന്ന് പറയുന്നത് റീസണുമാണ്. ഇവിടെ കാരണത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ വിശക്കുന്നില്ല എന്ന് പറയുന്ന ആ റിസൾട്ടിന്, ആ ഫലത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നമ്മളിവിടെ ബിക്കോസ് അല്ല സിൻസ് ആണ് ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആസ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം, ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്കിനി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറയുക? ആസ് എവ്രി വൺ ഈസ് ഹിയർ ലെറ്റ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്. അപ്പോൾ ആ കാരണത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല അവിടെ അല്ലേ, കാരണം എല്ലാവർക്കും കാണാം എല്ലാവരും സന്നിഹിതരാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ആ റിസൾട്ടിനാണ് കൂടുതൽ പ്രാധാന്യം. മീറ്റിംഗ് തുടങ്ങുക എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിന് ഫോക്കസ് കൊടുക്കാൻ നമ്മളിവിടെ ആസ് ഉപയോഗിച്ചു. ആസിന് പകരം സിൻസ് ഉപയോഗിക്കാമായിരുന്നു, പക്ഷേ ബിക്കോസ് ഉപയോഗിക്കുന്നത് ഇവിടെ അത്ര ഉചിതമല്ല. ഇനി മറ്റൊരു സെൻറ്റൻസ്, വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്കങ്ങനെ ജോലിക്ക് വേണ്ടി പ്രത്യേകിച്ച് വേഷമൊന്നും മാറേണ്ടി വരുന്നില്ല. അപ്പോൾ എന്താ പറയുക? ആസ് ഐ വർക്ക് ഫ്രം ഹോം ഐ ഡോണ്ട് ഹാവ് ടു ഡ്രസ് അപ്പ് ഫോർ വർക്ക്. അവിടെ ബിക്കോസ് പറയേണ്ട കാര്യമില്ല. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ഈ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. അയാൾ നിങ്ങളെ കളിയാക്കിയത് കൊണ്ടാണോ നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ ചോദിക്കാൻ നോക്കൂ. ആർ യു ആംഗ്രി ബിക്കോസ് ഹി മെയ്ഡ് ഫൺ ഓഫ് യു? ആർ യു ആംഗ്രി ബിക്കോസ് ഹി മെയ്ഡ് ഫൺ ഓഫ് യു? അതായത് ഞാനിവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം എന്നല്ല ചോദിച്ചത്, ആ ദേഷ്യത്തിന് കാരണമായേക്കാവുന്നൊരു കാര്യം ഞാൻ തന്നെ പറയുന്നുണ്ടല്ലേ, ഇതുകൊണ്ടാണോ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും ബിക്കോസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യം കണ്ടല്ലോ, ആർ യു ആംഗ്രി ബിക്കോസ് ഹി മെയ്ഡ് ഫൺ ഓഫ് യു എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ സിൻസ് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് ചോദിക്കാൻ പറ്റില്ല, അത് തെറ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. ആർ യു ആംഗ്രി സിൻസ് ഹി മെയ്ഡ് ഫൺ ഓഫ് യു, ആ ചോദ്യം തെറ്റാണ്. ആർ യു ആംഗ്രി ആസ് ഹി മെയ്ഡ് ഫൺ ഓഫ് യു, ആ ചോദ്യവും തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എപ്പോഴും ബിക്കോസ് തന്നെ ഉപയോഗിക്കണം. ഇന്ന് നമ്മളെടുത്ത ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.